പമ്പയിലല്ലേ അയ്യപ്പ സംഗമം നടക്കുന്നത്? അയ്യപ്പ ഭക്തരുടെ പരാതി കേൾക്കാനല്ലേ? അപ്പൊ എന്തിനാ കുമരകത്തും മൂന്നാറിലും ഇതുപോലെയുള്ള വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കി അതിന് വലിയ തുക ഇപ്പൊ കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത്? ശരിക്കും യഥാർത്ഥത്തില് കുമരകത്തെ കരിമീൻ കഴിച്ച് ഒരു ദിവസം ഉല്ലാസം അനുഭവിക്കാനായിരുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നല്ലോ. ഇത്ര ആവേശം കാണിക്കണ്ട കാര്യം. ആവേശമല്ല, കാര്യമല്ലേ? അഭിലാഷ് മോഹൻ, നിങ്ങളെപ്പോലുള്ള ആളുകളെങ്കിലും ഇങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. അങ്ങ് ഈ വിഷയത്തിനൊരു ഉത്തരം പറയൂ. അഭിലാഷ് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ നിർത്താം. നിർത്തരുത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരുത്തിവെച്ചത് വമ്പിച്ച കടബാധ്യത. അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ ഇനി ബോർഡ് കൊടുത്തു തീർക്കാനുള്ളത് 4,35,00,000 രൂപയാണ്. ഇതിൽ 4 കോടി നൽകാനുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഹോട്ടലുകൾക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ ഭക്ഷണ ചെലവ് സംബന്ധിച്ച് സമർപ്പിച്ചത് കള്ളക്കണക്കാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. പി കെ ഗോപൻ, ഒന്നാമത്തെ പ്രശ്നം ടെൻഡർ ഇല്ലാതെ, കോമ്പറ്റേറ്റീവ് ബിഡ്ഡിംഗ് ഇല്ലാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉപസ്ഥാപനമായ IIICക്ക് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാർ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇത് തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു എന്ന് തന്നെ വ്യക്തമല്ലേ? എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെടുത്തി അവരാവിഷ്കരിച്ച ഒരു പുതിയ സംവിധാനമാണ്. സംശയമൊന്നുമില്ലല്ലേ? ഏതാണ്ട് 4000, കൃത്യമായി കണക്ക് പറഞ്ഞാൽ 4216 പേരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ചോദ്യം, ഇത് ബിഡില്ലാതെ എങ്ങനെ കൊടുത്തു? നിയമപരമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ബിഡ് വേണ്ട. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ കണക്കുകളെല്ലാം സുതാര്യമാണ്. യാതൊരു തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കാത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണത്, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്ഥാപനമാണ് അത്. നമ്മുടെ നവോത്ഥാന കാലത്ത് വാഗ്ബടാനന്ദന്റെ കൈകളിൽ ആവിഷ്കൃതമായതാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അങ്ങനെ ഒരു സ്ഥാപനത്തിന് ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്, അത് ലീഗലിയാണ്, ബിഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത് കിട്ടിയത്. ഓഹോ, ശരി. ഇനിയിപ്പോ ഈ തരത്തിൽ ബിഡ് ഇല്ലാതെ ഇതിന്റെ വർക്ക് കിട്ടിയിട്ടുള്ള കമ്പനി എക്സ്പെൻസ് പെരുപ്പിച്ച് കാണിക്കാൻ പാടുണ്ടോ? ബില്ലുകളിൽ കൂടിയ തുക എഴുതാൻ പാടുണ്ടോ? എന്നിട്ട് ഇനിയിപ്പോ ആ പണം ആര് കൊടുക്കണം? ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ബിഡ് വേണ്ട. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. രണ്ടാമത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം, കേരളീയ സമൂഹത്തിന്റെയും ഭാരതീയ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും മുമ്പിൽ അവരുടെ സുതാര്യതയും സത്യസന്ധതയും ശേഷിയും അവരുടെ ടെക്നിക്കൽ പെർഫെക്ഷനും എല്ലാം തെളിയിച്ച ഒരു സംവിധാനമാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? അതുകൊണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയെ ഇരുട്ടിൽ നിർത്തുന്നത് ഒരു ശരിയായ ആക്ഷേപമോ ആരോപണമോ അല്ല. അത് ശരി. അവർക്ക് ഈ 4 കോടിയുടെ 3 കോടിയുടെ 1000, 1500 കോടി രൂപയുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. കേരളീയർക്ക് അത് ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു. ഊരാളുങ്കലിന്റെ ചരിത്രം പറയാനല്ലോ. ഊരാളുങ്കലിന് വലിയ ചരിത്രമുണ്ട്. വാഗ്ബടാനന്ദൻ തുടങ്ങിയതാണ്, വലിയ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഉപകമ്പനി എന്ത് ബില്ല് എഴുതി തന്നാലും അത് പേ ചെയ്യണം എന്നാണോ? ഇത്ര ആവേശം കാണിക്കണ്ട കാര്യം. ആവേശമല്ല, കാര്യമല്ലേ? അല്ല, നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അഭിലാഷിന് സാധാരണ ഇല്ലല്ലോ. നിങ്ങൾക്ക് ചോദ്യം മാത്രമായിട്ടേ അങ്ങനെ ഒരു ചർച്ച നടത്തുന്ന ആളല്ലല്ലോ അഭിലാഷ്. നിങ്ങൾ ഇത് ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. അതും ഇന്നത്തെ ചുറ്റുപാട്. നമ്മൾ കാണേണ്ടതൊരു കാര്യം, 4, 5, 6, 7 കോടി രൂപയുടെ പരിപാടിയാണ്. ഇത് 7 കോടി രൂപയാണ് മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിച്ചിരി കൂടുതലല്ലേ? ഈ ശബരിമലയിൽ ഇത് അവർക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. എന്താണെന്ന് വെച്ചാ പറ. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു 10 കോടി താഴെയുള്ള ഒരു പ്രോജക്റ്റ് നിരവധി തവണ ഊരാളുങ്കലുകാരെ സമീപിച്ചു. അവർ ആ ചെറിയ പ്രോജക്റ്റ് ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞു. അവസാനം അവരുടെ ഒരർത്ഥത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്, ഞങ്ങൾക്ക് അത് ചെയ്തു കിട്ടുന്നതിന് ഒരു പെർഫെക്ഷൻ വേണം, നിങ്ങൾക്കാണ് അത് ചെയ്യാൻ പറ്റുക. അത് ചെറിയ വർക്കുകൾ അവർ ഏറ്റെടുക്കാറില്ല. ഇത് സർക്കാരിന്, ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട വർക്കായതുകൊണ്ടാണ് ഈ ചെറിയ വർക്ക് അവർ ഏറ്റെടുക്കാൻ തയ്യാറായത്. അല്ല, ഇതുകൊണ്ടാ മെച്ചം. ഒരു പ്രയോജനവും ഇല്ലാതെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ എനിക്കെന്താ വട്ട? 1000 കോടിക്കും 500 കോടിക്കും 250 കോടിയുടെയും വർക്ക് ഏറ്റെടുക്കുന്ന വലിയ സ്ഥാപനമാണ്. അതിന് നമ്മൾ തലയും കുത്തി നിൽക്കണം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികളുണ്ട് ഇത്തരം വർക്കുകൾ ഏറ്റെടുക്കുന്നത്.
അവരുടെയൊക്കെ വിശ്വാസ്യത നമ്മൾ കണ്ടതാണ്. അവർ പണിഞ്ഞിട്ടിരിക്കുന്ന നാഷണൽ ഹൈവേ നമ്മൾ കണ്ടതാണ്. ഊരാളുങ്കലുകാർ പണിഞ്ഞ് പൂർത്തീകരിച്ചിട്ട് പോയ നാഷണൽ ഹൈവേ നമ്മൾ കണ്ടതാണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതുപോലെ നിരവധി സ്ഥാപനങ്ങൾ, കേരളത്തിലെ സ്കൂളുകൾ, ആശുപത്രികൾ, വലിയ കെട്ടിടങ്ങൾ, വലിയ റോഡുകൾ, വലിയ ഫാക്ടറികൾ, ഇതെല്ലാം അവർ സ്ഥാപിക്കുകയാണ്. അത്തരം വിശ്വാസ്യത നേടിയ ഒരു സ്ഥാപനത്തെ ഈ 3-4 കോടി രൂപയ്ക്ക് വേണ്ടി ആക്ഷേപിക്കുന്ന ഒരു ശൈലി കേരളത്തിൽ അപകടം ചെയ്യും. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. ഇപ്പോ ശബരിമലയിലെ ഈ വിഷയം ഇതിനകത്ത് കൊണ്ട് തളയ്ക്കാൻ പറ്റില്ല. കാരണം 2014, 2017 സംഭവങ്ങൾ ശബരിമലയിൽ അല്ല, അതൊരു വേറെ വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിട്ട് ആഗോള ഉടായ്പ സംഗമം നടത്തിയോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ഇനിയും ഒരുപാട് ശബരിമലയിൽ നടന്ന വലിയ കൊള്ള മറച്ചു വെക്കാൻ ഇതെടുത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ല, മുഴുവൻ കൊള്ളയും ചർച്ചയും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്തിന് അയ്യപ്പ സംഗമം നടത്തിയെന്ന ചോദ്യത്തിലേക്ക് തിരികെ പോയ അങ്ങ് പറഞ്ഞു, സ്ഥിരമായി ശബരിമലയിൽ വരുന്ന നിരവധിയായ ഭക്തർ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ, അത് കേൾക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സമിറ്റ്. നോക്കൂ, ഇതിന്റെ ഹോസ്പിറ്റാലിറ്റി എക്സ്പെൻസ് ഒന്ന് നോക്കൂ. വേണ്ട, കണ്ടാത്തോണ്ട. താജ് കുമരകത്തെ പ്രശസ്തമായ താജ് ഹോട്ടലിന് മാത്രം 5,24,776 രൂപ കൊടുക്കാനുണ്ട്. KTDCയുടെ കുമരകം ഗേറ്റ് വേ വലിയ തുകയാണ് കൊടുക്കാനുള്ളത്. ഗ്രീൻഫീൽഡ് കുമരകം, വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ, അത് മൂന്നാറിലാണ്. പമ്പയിലല്ലേ അയ്യപ്പ സംഗമം നടക്കുന്നത്? അയ്യപ്പ ഭക്തരുടെ പരാതി കേൾക്കാനല്ലേ? അപ്പൊ എന്തിനാ കുമരകത്തും മൂന്നാറിലും ഇതുപോലെയുള്ള വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഒരുക്കി അതിന് വലിയ തുക ഇപ്പൊ കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്നത്? എന്താ എന്റെ ഉദ്ദേശം? ശരിക്കും യഥാർത്ഥത്തില് കുമരകത്തെ കരിമീൻ കഴിച്ച് ഒരു ദിവസം ഉല്ലാസം അനുഭവിക്കാനായിരുന്നെങ്കിൽ അത് അങ്ങനെ ചെയ്യായിരുന്നല്ലോ. കഷ്ടം. അഭിലാഷ് മോഹൻ, നിങ്ങളെപ്പോലുള്ള ആളുകളെങ്കിലും ഇങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. മറ്റ് രണ്ടുപേർക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള അങ്ങൊരു ഉത്തരം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ഉത്തരം പറയാം. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ചോദ്യം എന്നോട് മാത്രം ഇടയ്ക്ക് ചോദിച്ചിരുന്നാൽ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സമയം തരണം. വെറുതെ കിടന്ന് ഉരുളാദാശനെ അങ്ങ് എന്റെ കർഷകത്തെ മാത്രം ഇങ്ങനെ ഇടപെട്ടോണ്ടിരുന്നാൽ എനിക്ക് ഒരു മറുപടിയും പറയാൻ പറ്റാതെ വരും. നിർത്തുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയില്ല. അല്ല, ഇത് ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ട കാര്യമല്ലേ? അവർ രണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളാണ്. അവരോട് ഞാൻ എന്ത് ചോദിക്കാനാ? ഇത് അങ്ങ് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഞാൻ ആ കാര്യത്തിലേക്ക് അങ്ങ് സംസാരിച്ചോണ്ടിരിക്കും. ഒരു തരത്തിലും പഠിക്കല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? അങ്ങ് ഈ വിഷയത്തിനൊരു ഉത്തരം പറയൂ. അഭിലാഷ് സംസാരിച്ചോണ്ടിരിക്കെ ഞാൻ നിർത്താം. ഞാൻ നിർത്തരുത്. ഇതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞോളൂ. ഇതിനൊരു ഉത്തരം പറയൂ അങ്ങ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അല്ല, അങ്ങക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ. അങ്ങ് വളരെ മാന്യമായി നടക്കുന്ന ഒരു അവതാരകനായിരുന്നു. ഇപ്പൊ അങ്ങേക്ക് വന്നിരിക്കുക. ഞാൻ വളരെ മാന്യമായിട്ടല്ലേ അങ്ങയോട് ചോദിച്ചത്. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. അവരോ രണ്ടുപേരോട് ആക്ഷേപമില്ല. അവർ മാന്യത വിഷയത്തിലേക്ക് വരൂ. ഈ വിഷയം എന്തിനാ ഇങ്ങനെ കളയുന്നത്? പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. ശരി, അപ്പൊ അങ്ങ് ഈ വിഷയത്തിലേക്ക് വരും. ഒന്നാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതിനെ തന്നെ ഞാൻ പ്രതികരിക്കാം. അങ്ങ് ഈ പറഞ്ഞ ആളുകളൊന്നും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക്, നേതാക്കന്മാർക്ക് സംസാരിക്കാനൊന്നും കുമരക റിസോർട്ട് കൊടുത്തില്ല. ഓഹോ, നമ്മൾ രാജ്യത്തിന്റെ പുറത്ത് നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്ന അത്തരം ചില VIP-കളുണ്ട്. വിദഗ്ധന്മാര്, ടെക്നീഷ്യന്മാര്, വിദഗ്ധകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നേ. അവർക്ക് മാന്യമായ അക്കോമഡേഷൻ കൊടുക്കണം. എങ്ങനെ? ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ ഉപയോഗിച്ച് ഇത് പരിഹരിക്കില്ല. ഇത് സ്പോൺസർഷിപ്പ് കണ്ടെത്തിയേ പരിഹരിക്കുകയുള്ളൂ. അത് ദേവസ്വം ബോർഡ് ഉറപ്പ് തന്നിട്ടുണ്ട്. സംഗമം അങ്ങ് പറഞ്ഞു എക്സ്പേർട്സിനെയും മറ്റുമൊക്കെ, ഏത് എക്സ്പേർട്സിനെയും അറിയില്ലേ. ഓക്കെ, VIP ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ കുമരകം, എനിക്ക് മനസ്സിലായി. ഈ ലിസ്റ്റിൽ, പണം കൊടുക്കാനുള്ള ലിസ്റ്റിൽ വൈൽഡ് മിസ്റ്റ് ഹോം സ്റ്റേ എന്നൊരു സ്ഥാപനമുണ്ട്. ഞാനത് നോക്കുമ്പോൾ അടിമാലിക്കപ്പുറം മൂന്നാർ റൂട്ടിലാണ്. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. അയ്യപ്പ സംഗമം നടക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. ഈ അടിമാലിക്കപ്പുറത്തുള്ള റൂം, അതും ഒരു ഹോം സ്റ്റേ, അയ്യപ്പ സംഗമത്തിന് വേണ്ടി ബുക്ക് ചെയ്തതിന്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്ന് മാത്രമല്ല, ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഒരു റൂം ഒഴികെ, ഒരു ഹോട്ടൽ ഒഴികെ ബാക്കിയെല്ലാം ബുക്ക് ചെയ്തത് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. ഒരെണ്ണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ല, എനിക്ക് അറിയില്ല. അങ്ങ് പറഞ്ഞാൽ മതി, വിശദീകരിച്ചാൽ മതി ഇതിന്റെ ഒരു യുക്തി. അല്ല, ഞാൻ പറയട്ടെ, പമ്പയിലും
മറ്റ് സ്ഥലങ്ങളിലും മാത്രമായിട്ട് ഈ റൂം എടുക്കാൻ പറ്റില്ല. കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് കേരളം ഒരു യൂണിറ്റാ. അപ്പൊ ശബരിമലയിൽ രാവിലെ എത്തത്തക്കവണ്ണം അല്ലെങ്കിൽ 10 മണിക്ക് എത്തത്തക്കവണ്ണം അവർക്കൊരു 3 മണിക്കൂറോ 4 മണിക്കൂറോ യാത്ര ചെയ്താലേ എത്താൻ പറ്റുന്ന സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ആവശ്യമായ റൂം അവൈലബിൾ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എടുക്കും സാർ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മനസ്സിലായി ഉടായിപ്പല്ലേ. ഇങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നവരാണോ അയ്യപ്പ ഭക്തർ? അയ്യപ്പ ഭക്തിയുടെ അടിസ്ഥാനം തന്നെ എന്താണ്? കഠിന വ്രതമെടുത്ത് ജീവിതത്തിലെ സർവ്വ സുഖങ്ങളും ത്യജിച്ച് കഴിയുന്നവരാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തർ. അവരാരും പഞ്ചനക്ഷത്ര ഹോട്ടലിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും താമസിക്കാൻ വരില്ല. ശ്രീ പി.കെ. ഗോപന്റെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് കണ്ടപ്പോ നരേന്ദ്രമോദി അദാനിക്ക് വേണ്ടി നടത്തുന്ന മാർക്കറ്റിങ്ങിന് സമാനമായിട്ടാണ് കണ്ടത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി എത്രമാത്രം വലിയ വിശ്വസ്തമായ സ്ഥാപനമാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയാണ് അമ്പലപ്പുഴ പത്തിൽത്തോട് 10 കോടി ബജറ്റിൽ നിർമ്മിക്കുന്ന പാലം തകർന്നത് 4 മാസത്തിനുള്ളിൽ. ചാലിയാറിന് കുറുകെ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിക്കുന്ന 35 കോടി ബജറ്റ് നിർമ്മിക്കുന്ന പാലം 3 ബീമുകൾ തകർന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആരായിരുന്നു എന്നുള്ളത്, തകർന്നു വീണു. 20 കോടിയുടെ വാളാട് പെരിയ റോഡ് ഉദ്ഘാടനത്തിന് മുമ്പേ തകർന്നു. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? ഇരിട്ടി അയ്യക്കുന്ന് പ്രളയത്തെ അതിജീവിക്കുന്ന ഉറപ്പിൽ കിലോമീറ്ററിന് 5.24 കോടി രൂപ ചെലവഴിച്ച് 128 കോടിക്ക് റീബിൽഡ് കേരള റോഡ് ആദ്യമായി വേനൽമഴയിൽ തന്നെ തകർന്നു വീണു. പിന്നെ നമ്മുടെ വയനാട് ഇതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പുഴ നികത്തുന്നതിന് വേണ്ടി അതും കൊടുത്തത് ഊരാളുകളിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. എന്തായാലും ഞാൻ ശ്രീ പി.കെ. ഗോപനോടൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുക. ഈ അയ്യപ്പ സംഗമം നടത്തിയത് സംസ്ഥാന സർക്കാരാണോ ദേവസ്വം ബോർഡായിരുന്നോ? അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണ്. ശരി, കഴിഞ്ഞു. ശരി. അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിർമ്മാണത്തിൽ ടെൻഡർ വേണ്ട എന്നുള്ള ഒരു ഉത്തരവുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ വേണ്ട എന്നുള്ള ഉത്തരവും എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പാലിക്കാനാവുക അല്ലെങ്കിൽ പ്രാബല്യപ്പെടുത്താനാവുക? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ എടുക്കാതെ ഈ വർക്ക് കൊടുക്കാമെന്നുള്ള തീരുമാനമുണ്ടോ? കള്ളത്തരമല്ലേ അങ്ങ് ഇവിടെ നിന്ന് പറയുന്നത്? പച്ചക്കള്ളം അല്ലേ? അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി പിണറായി വിജയനും കുടുംബത്തിനും കാശുണ്ടാക്കാനുള്ള ഏജൻസിയാണ്, കാശുണ്ടാക്കാനുള്ള ഏജൻസി. അതൊരു സത്യം മാത്രം. ഇനി അഭിലാഷം ഞാൻ ചോദിക്കട്ടെ, 625 പേരാണ് ആ ശബരിമല അയ്യപ്പ സംഗമത്തിന് വന്നത്. 8 കോടി രൂപ ചെലവാക്കി. 8 കോടിനെ 625 കൊണ്ട് ഹരിച്ച് ഒരു പ്രതിനിധിക്ക് വന്ന ഒരാൾക്ക് 1,28,000 രൂപയാണ് ചെലവാക്കിയത്. ഒരു പ്രതിനിധിക്ക് 1,28,000 രൂപ. ഇവനെയൊക്കെ വള്ളിച്ചൂടിലടിക്കാൻ ഇവിടെ ആളില്ല. അതിനകത്ത് വന്നിരുന്നത് പാവപ്പെട്ട അവിടുത്തെ തീർത്ഥാടകർ ഉൾപ്പെടെയാണ് വന്നിരുന്നത് നമുക്കറിയാം. എന്തു വലിയ കൊള്ളയാണ് നടത്തിയത്. ഒരു തട്ടിപ്പണത്തും ഒരു മാന്യത വേണ്ടേ? ബെഡ് തൊട്ട് GST വരെ സകലതും പറ്റിച്ചിരിക്കുന്നു ഇതിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.